ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെഗ് വർക്കൗട്ടാണ്. ഓക്കെ, കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് അറിയില്ല, അല്ലെ വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ബിഗിനേഴ്സിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനൊരു ചെയർ ആവശ്യമാണ്. ഓക്കെ, ഒരു ചെയറിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഈ വർക്കൗട്ടുകൾ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയർ എടുത്ത് നിങ്ങൾ ചെയറിൽ ഇതേപോലെ പിടിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക ഇതേപോലെ. ഓക്കെ, ഇതൊരു ഈസി വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ കാലുകൾക്കും പ്രയോജനമുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്സിനും നല്ല പ്രയോജനം തരുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലിൽ നിങ്ങളൊരു 15 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, 15 റെപ്സ് വെച്ചിട്ട് ഓരോ കാലിലും നിങ്ങൾ ചെയ്യുക. അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയറിൽ പിടിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യാം. ഓക്കെ, 2 3 4 5 6 മാക്സിമം നിങ്ങളൊരു 15 റെപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ആ ഒരു ആപ്സിന് അതിനൊക്കെ നിങ്ങളുടെ ഹിപ്പ് മസിൽ, നിങ്ങളുടെ ലെഗ് മസിലെല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പം ലേഡീസിനൊക്കെ വളരെ സിമ്പിളായിട്ട് അതിനൊക്കെ തന്നെ ഒരല്പം പ്രായമുള്ളവർക്കൊക്കെ വീട്ടിലിത് ഫോളോ ചെയ്യാം. വളരെ നല്ല ഒരു വർക്കൗട്ട് രീതിയാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് കാലിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടിലോട്ട് പോവാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇത് എന്ന് പറയുന്നത്. ബട്ട് കിക്ക് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് കസേരയിൽ ഇതിനൊക്കെ പിടിച്ച് സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഓരോ കാല് പതുക്കെ ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ബാക്കിലോട്ട് കിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിലിനും ഗ്ലൂട്ട് മസിലിനും വളരെ നല്ല ഒരു എക്സസൈസാണ്. നിങ്ങൾക്ക് ഓരോ കാലിലും 15 പ്രാവശ്യം വെച്ച് ഈ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു 10 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലുകളുടെയൊക്കെ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതേപോലെ സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ വശത്തോട്ട് നമ്മുടെ ഒരു കാല് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതേപോലെ കണ്ടില്ലേ? ഇത് കണക്ക് നിങ്ങൾ ഒരു കാലിൽ ഒരു 10 തൊട്ട് 12 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് കാലുകൾക്കും ഹിപ്പ് ഭാഗത്തിനും നല്ല സ്ട്രെങ്ത് തരുന്ന ഒരു വർക്കൗട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത കാല് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് വീഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ കസേരയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമൊന്നും ആവശ്യമില്ല. അടുത്തായിട്ട് നമ്മൾ തൈ മസിലിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കാലുകളുടെ തുട ഭാഗത്തിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയറിൽ പിടിച്ചതിന് ശേഷം സാവധാനത്തിൽ നിങ്ങൾക്ക് താഴോട്ട് ഇത്ര മാത്രം ഇരിക്കാം, അപ്പ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. വളരെ നല്ല ഒരു വർക്കൗട്ടാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതിലുപരിയായിട്ട് നമുക്ക് ആപ്സിനും നല്ല നമ്മുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്യാനും നല്ല ഒരു വർക്കൗട്ടാണ്, സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ക്വാട്ട് നിങ്ങൾ ഒരു 10 തൊട്ട് 15 റെപ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കാലുകൾ ഒരല്പം വൈഡ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സുമോ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ കാലുകൾ ഒരല്പം അകത്തി ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഒരു 10 തൊട്ട് ഒരു 15 പ്രാവശ്യം വരെ 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഇന്നർ തൈയുടെ ഫാറ്റ് കുറയ്ക്കാൻ, അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടിന് ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയറിൽ ഇതേപോലെ പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു കാൽ പതുക്കെ ഒരല്പം പുറകോട്ട് വെക്കുക. ഇതേപോലെ കണ്ടില്ലേ ഞാൻ ഈ ചെയ്യുന്ന പോലെ. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ലഞ്ചസ് എന്ന് പറയുന്ന നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിനും തൈ മസിലിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണ്. ഓക്കെ, 3 4 നിങ്ങളുടെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ മുട്ട് താഴെ ഫ്ലോറിൽ കൊണ്ടുവന്ന് മുട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ സാവധാനത്തിൽ കൺട്രോൾ ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ മുഴുവനായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പം നിങ്ങളൊരു 10 തൊട്ട് 15 റെപ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അതേപോലെ തന്നെ കസേരയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത കാലിലും ഇതേപോലെ ആവർത്തിക്കാവുന്നതാണ്.
നിങ്ങൾ ഒരു കാലിൽ എത്രയാണോ ചെയ്യുന്നത് അത്രയും തന്നെ നിങ്ങൾ അടുത്ത കാലിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാലുകളുടെ ബലക്കുറവ്, അതേ കണക്ക് തന്നെ ആ ഒരു കാലുകളുടെ പെരുപ്പ്, മസിൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ല വർക്കൗട്ടാണ്. അപ്പം അടുത്തായിട്ട് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാലുകൾ അല്പം വൈഡ് ചെയ്ത് ഇതേപോലെ ഞാൻ നിൽക്കുന്നിടക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കസേരയിൽ പിടിക്കാം. അതിനുശേഷം ഒരു സൈഡിലോട്ട് ഇത്രമാത്രം നിങ്ങൾക്ക് വരാം. കണ്ടില്ലേ? സൈഡ് സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു നല്ല വർക്കൗട്ടാണിത്. ഇത് നിങ്ങളുടെ ഇന്നർ തൈയുടെ ഫാറ്റ് കുറയ്ക്കാനും അതിനൊക്കെ നിങ്ങളുടെ തുടകളുടെ അതിനൊക്കെ നമ്മുടെ കാലുകളുടെ പേശികളുടെ ആ ഒരു സ്ട്രെങ്തനിങ്ങിന് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ. ഇതേപോലെ പതുക്കെ സൈഡിലോട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ. 4, 5 ഇത് കണക്കുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ വീട്ടിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. കാരണം അവരുടെ കാലുകളുടെ ഈ തുടകളുടെ ഫാറ്റ് കുറയ്ക്കാനും തുടകളെ ഷേപ്പാക്കാനും അതിനൊക്കെ തന്നെ കാലുകളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ സഹായിക്കും. ഓക്കെ. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ കാഫ് റൈസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡിങ് കാഫ് റൈസ്. ഓക്കെ. നിങ്ങൾക്ക് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യാനായിട്ട് ഇതേപോലെ ചെയറിൽ പിടിച്ചുകൊണ്ട് പതുക്കെ ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 റെപ്സ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത് നമ്മുടെ ആ ഒരു കാഫ് മസിലിന് നല്ല വർക്കൗട്ടാണ്. നമ്മുടെ ആ ഒരു കാഫ് മസിലിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനമൊക്കെ ശക്തിപ്പെടും. നമ്മുടെ കാലുകളെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്ന അവയവമാണ് നമ്മുടെ കാഫ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാഫ് മസിലിനൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ എപ്പോഴും ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് 15 തൊട്ട് 20 റെപ്സ് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹിപ്പ് ഭാഗത്തിന്, നമ്മുടെ ഒബ്ലിക്സ് ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കസേരയിൽ പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേ കണക്ക് ഒരു സൈഡിലോട്ട് നിങ്ങളുടെ കൈ കൊണ്ടുവരാം. ഇത്ര മാത്രം കൊണ്ടുവരിക. ഓക്കെ. ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങളുടെ ഒരു സൈഡ് ഒബ്ലിക്സ് ഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ്. ഓക്കെ. അപ്പം ഇത് കണക്ക് നിങ്ങൾ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ 15 റെപ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ഭാഗത്തോട്ട് ആവർത്തിക്കുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പം ഞാൻ വ്യായാമത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റായിട്ട് പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം സാധാരണക്കാർക്കും ആർക്കും വേണമെങ്കിലും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വ്യായാമ രീതികളാണ്. അപ്പം വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, മരുന്നുകൾക്ക് പകരമല്ല യഥാർത്ഥത്തിൽ വ്യായാമം. പക്ഷേ വ്യായാമം നമ്മൾ ചെയ്യുന്ന വഴി നമുക്ക് ഒട്ടേറെ മരുന്നുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനൊക്കെ വ്യായാമം വളരെ സഹായിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.